യഹസ്കേൽ പ്രവാചകനിലൂടെ ദൈവം പ്രവചനമായി മിസ്രൈമിനെ നോക്കി എന്താണ് പറയുന്നത്? ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ അടുത്ത യഹസ്കേൽ പ്രവചന പുസ്തകത്തിൻ്റെ സ്റ്റഡിയിലെ അടുത്ത സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ആൻഡ് ഏതെങ്കിലും ഇപ്രകാരമുള്ള സെഷൻസ് നിങ്ങൾ മിസ്സായി പോയി എന്ന് തോന്നുന്നെങ്കിൽ താഴെ ആ സെഷൻസിൻ്റെ തന്നെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ സെഷൻസും സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് തന്നെയാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് സെഷനും നിങ്ങൾക്ക് വീണ്ടും പുറകോട്ട് തന്നെ പോയി നിങ്ങൾക്കത് കാണുവാനും പഠിക്കുവാനും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷൻ 44-ാമത്തെ സെഷനാണ്. അതിൽ നമ്മൾ യഹസ്കേൽ പ്രവചന പുസ്തകത്തിലെ 31-ാമത്തെ അധ്യായമാണ് നാം പഠിക്കുന്നത്. ഈജിപ്റ്റ് ഒരു വലിയ വൃക്ഷം പോലെ വെട്ടിക്കളയുന്നതും ഫറവോൻ്റെ പതനത്തെക്കുറിച്ചുള്ള വിലാപവും. 31-ന്റെ 1-2 വാക്യങ്ങളിൽ നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ? ഈജിപ്തിൻ്റെ ചരിത്രവും ഉയരവും അവരുടെ മഹത്വത്തിൻ്റെ വ്യക്തമായ തെളിവുകൾ നൽകി. യഹസ്കേലിൻ്റെ നാളിൽ ഈജിപ്റ്റ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു ശക്തമായ രാജ്യമായി നിലകൊണ്ടു. 3-ാം വാക്യത്തിൽ അശ്ശൂർ ലെബനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവദാരുവായിരുന്നുവല്ലോ. ഒരു വലിയ വൃക്ഷത്തിൻ്റെ രൂപം ഉപയോഗിച്ച്, അതായത് യഹസ്കേൽ 17 നമ്മൾ കണ്ടതുപോലെ ദൈവം ഇവിടെ അസീറിയയുടെ സാമ്രാജ്യം ഉപയോഗിച്ച് ഈജിപ്തിനെ എങ്ങനെ ഒരു വലിയ ശക്തിയായി സ്ഥാപിക്കാമെന്നും പിന്നീട് ന്യായവിധിയിൽ അതിനെ വീഴ്ത്തുന്നതിനെപ്പറ്റിയും പഠിപ്പിക്കുകയാണ്. സമീപകാലത്ത് അസീറിയ ഒരു വലിയ സാമ്രാജ്യമായിരുന്നു. അഹങ്കാരിയായ അസീറിയയിലെ രാജാവിനെ കൽദയക്കാർ, അതായത് ബാബിലോണിയക്കാർ അട്ടിമറിച്ചു. ഈജിപ്തിൻ്റെ ഗതിയും അതുതന്നെയായിരിക്കും. വെള്ളം അതിനെ വളർത്തി, ആഴി അതിനെ ഉയരുമാറാക്കി. പല സ്രോതസ്സുകളിൽ നിന്നും നനച്ച ഒരു വൃക്ഷത്തെ യഹസ്കേൽ വിവരിച്ചു. അതിനാൽ അതിനൊരിക്കലും പോഷണത്തിന് കുറവുണ്ടായില്ല. ജലസമൃദ്ധി കാരണം അതിൻ്റെ ശാഖകൾ നീണ്ടു. അസീറിയയിൽ ശക്തമായ നദികൾ, അതായത് ടൈഗ്രിസ്, യൂഫ്രട്ടീസ് പോലുള്ളവ നനയ്ക്കപ്പെടുകയും നിരവധി പോഷക നദികൾ നനയ്ക്കുകയും ചെയ്തു. നൈൽ നദിയാൽ പോഷിപ്പിക്കപ്പെട്ട ഈജിപ്തിനും ഈ വിവരണം അനുയോജ്യമാണ്. അതുകൊണ്ടത് വളർന്ന് വയലിലെ സകല വൃക്ഷങ്ങളെക്കാളും പൊങ്ങി. അതിൻ്റെ ചില്ലികളിൽ ആകാശത്തിലെ പറവ ഒക്കെയും കൂടുണ്ടാക്കി. അതിൻ്റെ തണലിൽ വലിയ ജാതികളൊക്കെയും പാർത്തു. അസീറിയയുടെ മഹത്വം അവരെ മറ്റ് ജനതകൾക്ക് അഭയസ്ഥാനമാക്കി. അതായത് ഈജിപ്തിന് സമാനമായ ഒന്ന്. ഈജിപ്തിൻ്റെ അവസാന പതനത്തിന് മുമ്പ് ഈജിപ്തിൻ്റെ അധികാരത്തിന് കീഴിൽ തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുമെന്ന് യെരുശലേമിലെ പലരും പ്രതീക്ഷിച്ചിരുന്നു. ഇങ്ങനെ അതിൻ്റെ വേർ വളരെ വെള്ളത്തിനരികെ ആയിരുന്നതുകൊണ്ട് അത് വലുതായി കൊമ്പുകളെ നീട്ടി ശോഭിച്ചിരുന്നു. അസീറിയ അതിൻ്റെ ശക്തിക്ക് മാത്രമല്ല സൗന്ദര്യത്തിനും അതിൻ്റെ സ്വാധീനത്തിൻ്റെ വിശാലമായ വ്യാപനത്തിനും പേരുകേട്ടതായിരുന്നു. ഇതിനകം വീണുപോയ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ കാര്യത്തിൽ സത്യമായിരുന്നത് ഉടൻ തന്നെ വിധിക്കപ്പെടുന്ന ഈജിപ്തിൻ്റെ കാര്യത്തിലും സത്യമായിരിക്കും. ദൈവത്തിൻ്റെ തോട്ടത്തിലെ ദേവദാരുകൾക്ക് അതിനെ മറപ്പാൻ കഴിഞ്ഞില്ല. ദേവദാരു, സരളവൃക്ഷം അല്ലെങ്കിൽ ചെസ്റ്റ്നട്ട് പോലെയുള്ള മറ്റ് വൃക്ഷങ്ങളായാണ് ദൈവം ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നത്. അവരിൽ ആരെയും അസീറിയയോട് താരതമ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇതും ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. യഹോവ അരുളിച്ചെയ്യുക, ഞാനതിനെ മനോഹരമാക്കി. കൊമ്പുകളുടെ പെരുപ്പം കൊണ്ട് ഞാൻ അതിന് ഭംഗി വരുത്തിയതിനാൽ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലെ സകല വൃക്ഷങ്ങളും അതിനോട് അസൂയപ്പെട്ടു. ഇനിയാണ് ശക്തമായ ആ വൃക്ഷത്തിൻ്റെ നാശത്തെപ്പറ്റി നാം വായിക്കുന്നത്. അത് വളർന്നു പൊങ്ങി തുഞ്ചം മേഘങ്ങളോളം നീട്ടി അതിൻ്റെ ഹൃദയം തൻ്റെ വളർച്ചയെങ്കിൽ ഗർവിച്ചു പോയതുകൊണ്ട് ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അസീറിയയിലെ ശക്തമായ വൃക്ഷം അഹങ്കാരിയായി തീർന്നു. ജനതകളിൽ ശക്തനായ ഒരുവൻ്റെ, അതായത് നെബൂഖദ്നേസറെ നോക്കിയാ പറയുന്നത്, അവൻ്റെ കയ്യിലൂടെ ദൈവം അവരെ ന്യായം വിധിക്കുകയും താഴ്ത്തുകയും ചെയ്യും. ഈജിപ്തിൽ ന്യായവിധി കൊണ്ടുവരാൻ ദൈവം അതേ വീരനെ തന്നെ ഉപയോഗിക്കും. ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാർ അതിനെ വെട്ടി തള്ളിയിട്ടു. ദൈവം തൻ്റെ മരം വെട്ടുകാരനായി ഒരു വിദേശ സൈന്യത്തെ അസീറിയക്കെതിരെ കൊണ്ടുവന്നു. അവർ അതിൻ്റെ മഹത്വം വെട്ടിക്കളഞ്ഞു. അവൻ ഈജിപ്തിനോടും അങ്ങനെ തന്നെ ചെയ്യും.
ഓരോരുത്തരും ഇനി ഭൂമിയിലെ എല്ലാ ജനങ്ങൾക്കും അഭയത്തിൻ്റെ നിഴലായിരിക്കില്ല. വീണുകിടക്കുന്ന അതിൻ്റെ തടിമേൽ ആകാശത്തിലെ പറവ ഒക്കെയും പാർക്കും. അതിൻ്റെ കൊമ്പുകളുടെ ഇടയിലേക്ക് കാട്ടുമൃഗം ഒക്കെയും വരും. വീണുപോയ അസീറിയ അതിൻ്റെ മഹത്തായ ഭൂതകാലത്തെപ്പറ്റിയും അതിൻ്റെ നാശത്തെയും പറ്റി അപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പലരും പിന്നീട് അതിൻ്റെ ശാഖകളിലേക്ക് വരും, പക്ഷേ അവിടെ അഭയം കണ്ടെത്താനാകില്ല. വെള്ളത്തിനരികെയുള്ള സകല വൃക്ഷങ്ങളും ഉയരം ഹേതുവായി ഗർവിക്കുകയോ തുഞ്ചം മേഘങ്ങളോളം നീട്ടുകയോ വെള്ളം കുടിക്കുന്നവരായ അവരുടെ സകല ബലശാലികളും തങ്ങളുടെ ഉയർച്ചയെങ്കിൽ നിഗളിച്ച് നിൽക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അസീറിയക്കാരുമായുള്ള തൻ്റെ ഇടപെടലുകൾ ലോകത്തിലെ എല്ലാ ജനതകൾക്കും ഒരു പാഠമാകുവാൻ ദൈവം ഉപയോഗിക്കും. അവർ ശ്രദ്ധിക്കുമെങ്കിൽ. ഒരു വലിയ ശക്തി അഹങ്കാരിയാകുമ്പോൾ അതിന് എന്ത് സംഭവിക്കുമെന്ന് അവർ കാണും. മരണത്തിനേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു. അവരെല്ലാവരും മരണത്തിൻ്റെ അധികാരത്തിന് കീഴിലാണെന്നും അവരോരോരുത്തരും മർത്യരാണെന്നും എല്ലാ സൃഷ്ടികളുടെയും ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു കണക്കെടുപ്പ് ദിവസം ഉണ്ടായിരിക്കുമെന്നും ദൈവം ജനതകളെ പഠിപ്പിക്കും. ഇനി കാണുന്നതാണ് അസീറിയയിലെ അതിശക്തമായ വൃക്ഷം വീണതിനാൽ വിലാപവും ഭയവും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാൻ ഒരു വിലാപം കഴിപ്പിച്ചു, അതിൻ്റെ നദികളെ തടുത്തു. അതുനിമിത്തം ഞാൻ ലെബനോനെ കറുപ്പുടിപ്പിച്ചു. ദൈവം അസീറിയയുടെ മേൽ ന്യായവിധി കൊണ്ടുവന്നപ്പോൾ മറ്റ് ജനതകൾ ശ്രദ്ധിക്കുകയും വിലപിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ന്യായവിധി തങ്ങളും നേരിടേണ്ടി വരുമെന്ന അറിവിൽ അവരും ദുഃഖിച്ചു. അതിൻ്റെ നദികളെ തടുത്തു എന്നാണ് നാം വായിച്ചത്. ആ മരത്തിൻ്റെ വലിപ്പം നോക്കാതെ ദൈവം അതിൻ്റെ ജലവിതരണം നിർത്തി. ഈജിപ്തിൽ നൈൽ നദിയിൽ വെള്ളം കുറവായിരുന്നപ്പോൾ സാധാരണ പോലെ ഉയരുകയും വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുകയും ചെയ്തപ്പോൾ ഈ കനാലുകൾ തടഞ്ഞു. ഈജിപ്തിൽ കാർഷിക മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടായി. ഇത് ഈജിപ്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പ്രകടനമായിരുന്നു. യെഹെസ്കേൽ 29:10, 30:12 നാം കണ്ടതുപോലെ ഞാൻ ലെബനോനെ കറുപ്പുടിപ്പിച്ചു എന്ന് നാം വായിച്ചു. ഇത് യെഹെസ്കേൽ 31:1-14 നിന്നുള്ള ശക്തമായ വൃക്ഷത്തിൻ്റെ ചിത്രവുമായി സാമ്യമുണ്ട്. ലെബനോൻ ദേവദാരു മരങ്ങൾക്ക് പേരു കേട്ടതിനാൽ വയലിലെ എല്ലാ മരങ്ങളും ഉണങ്ങിപ്പോയപ്പോൾ പോലും അസീറിയയുടെ വീഴ്ചയിൽ അത് വിലപിച്ചു. ഞാനതിനെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ ഉത്തമവുമായ വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അധോഭാഗത്ത് ആശ്വാസം പ്രാപിച്ചു. അവയും അതിനോടുകൂടെ വാളാൽ നിഹതന്മാരായവരുടെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങിപ്പോയി. അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏദനിലെ വൃക്ഷങ്ങളിൽ ഏതിനോട് തുല്യമാകുന്നു. എന്നാൽ നീ ഏദനിലെ വൃക്ഷങ്ങളോടുകൂടെ ഭൂമിയുടെ അധോഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും. ഇത് ഫറവോനും അവൻ്റെ സകല പുരുഷാരവും തന്നെ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ശക്തരായ അസീറിയയും ഈജിപ്തും ഏദനിലെ മരങ്ങൾ പോലെ ഉയർത്തപ്പെട്ടിരുന്നെങ്കിൽ അവർ ഇപ്പോഴും ദൈവത്തിൻ്റെ ന്യായവിധിക്ക് അതീതരായിരുന്നില്ല. ഇപ്പോഴും അവരെ അവരുടെ ഉയർച്ചയിൽ നിന്ന് താഴെ ഇറക്കാം. വാളാൽ നിഹതന്മാരായവരോടുകൂടെ നീ അഗ്രചർമ്മികളുടെ ഇടയിൽ കിടക്കും എന്ന് നാം വായിച്ചു. ഈജിപ്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ പ്രധാന ഉപകരണം യുദ്ധമായിരിക്കും, അതായത് വാളാൽ. അത് മറ്റൊരു ജനതയിലൂടെ വരും. ഈജിപ്തുകാർ പരിച്ഛേദന അനുഷ്ഠിച്ചിരുന്നതിനാൽ പരിച്ഛേദന ഇല്ലാത്തവരോടൊപ്പം നിത്യത ചെലവഴിക്കുന്നത് ആത്യന്തികമായ അപമാനമായിരിക്കും. ഇത് ഫറവോനും അവൻ്റെ സകല പുരുഷാരവും തന്നെ എന്ന് നാം കണ്ടു. ഇത് ശരിക്കും ഈജിപ്തിനെതിരായ വാക്കാണെന്ന് പ്രവചനത്തിൻ്റെ അവസാന വാക്യം വീണ്ടും വ്യക്തമാക്കുകയാണ്. അസീറിയയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഈജിപ്തിനോടായിരുന്നു സംസാരിച്ചത്. അപ്പം ഈ ഒരു ചാപ്റ്ററിലെ സമ്മറി എന്താണെന്ന് നോക്കിയാൽ, ദൈവം അഹങ്കാരത്തെ വെറുക്കുന്നു. അഹങ്കാരികളെ ദൈവം വീഴ്ത്തും. ദൈവസന്നിധിയിൽ എപ്പോഴും താണിരിക്കണം, താഴ്മയോടിരിക്കണം. യാക്കോബ് 4:10 പറയുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അതുകൊണ്ട് ആത്മീകർ എന്ന് അവകാശപ്പെടുന്ന നാം യാതൊരു വിധത്തിലും അഹങ്കാരം,
പ്രൈഡ് നമ്മുടെ ഉള്ളിൽ വരുവാൻ പാടില്ല. ഏതൊരു മേഖലയിലുള്ള അഹങ്കാരത്തെയും ദൈവം വെറുക്കുന്നു. അങ്ങനെ അഹങ്കാരം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ കണ്ടതുപോലെ തന്നെയുള്ള നാശങ്ങൾ നാമും നേരിടേണ്ടി വരും. ഈ സെഷൻ നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള സെഷനുകൾക്കായിട്ടും പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.